ഹലോ, എൻ്റെ ഇങ്ങനെ കേളിയായി കിടക്കുന്ന ഈ ഹെയർ ഉണ്ടല്ലോ, അതൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഒരുപാട് കേളിയല്ല കേട്ടോ മുടി, ഇച്ചിരിയൊക്കെ ഇങ്ങനെ കേളിയായിട്ട് കിടക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയാണ്, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല കേട്ടോ. എത്രയൊക്കെ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ വല്ല ഫങ്ഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് അഗാറോൻ്റെ 4 in ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതുകൊണ്ട് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ നിന്നിട്ടുണ്ടേ. പിന്നെ എല്ലാവരും സ്ട്രൈറ്റനിങ് ചെയ്യുന്ന മുമ്പ് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത്. ഞാൻ BB ബ്ലെൻഡിൻ്റെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി ചെയ്യണ സമയത്ത് ഫസ്റ്റ് ഈ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് വീഡിയോ എടുത്തത്. പിന്നീടാണ് ഞാൻ വീഡിയോയിൽ അത് കാണിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് പോർഷനിലായിട്ട് ഞാൻ ഒന്നുകൂടി സ്പ്രേ ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് മൊത്തം ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുകയായിരുന്നു, ഇത് റെഡി ആവുന്നില്ലേ, വോയിസ് ഓവറൊക്കെ കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ ഉണ്ട്, അത് ഫ്രണ്ടിലോട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടും ആക്കാം. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. പറയുന്ന പോലെ ഒരിക്കലും മറക്കരുത് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത്. കാരണം അത് BB ബ്ലെൻഡിൻ്റെയാണ്, ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സ്പ്രേ ചെയ്യാൻ വിട്ടുപോയതാണ്, മുൻപേ ചെയ്തായിരുന്നു, വീഡിയോയിൽ എടുക്കുമ്പോൾ വിട്ടുപോയതായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളത് സ്പ്രേ ചെയ്തിട്ടില്ലെങ്കിൽ മുടിക്ക് ഭയങ്കര ഡാമേജ് വരും. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഫംഗ്ഷൻ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഫീസ് യൂസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യായിരിക്കും നല്ലത്. കാരണം ഇതൊക്കെ അത്രയും എന്താ പറയുക, ഹീറ്റൊക്കെ നമ്മുടെ മുടിക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതെന്നല്ല, ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കേട്ടോ. ഈ പറഞ്ഞ പോലെ എപ്പോഴും സ്ട്രൈറ്റ് മുടി ആഗ്രഹിക്കണ ഞാനാണെങ്കിൽ കൂടി ഞാനിങ്ങനെ എന്തേലും അത്യാവശ്യ ഘട്ടങ്ങളിലാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ കേളിനെസ് ഒക്കെ മാറുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം അപ്പുറത്തെ മുടിയും ഈ സൈഡത്തെ മുടിയും സ്ട്രൈറ്റൻ ചെയ്യുന്നതിൽ ഭയങ്കര ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ കൃത്യം ഒരു വട്ടം 2 വട്ടം ആക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ലപോലെ സ്ട്രെയിറ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കാണുമ്പോൾ കേളിയും നമുക്ക് കൃത്യം മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല ഡിഫറൻസ് ആണ്. എനിക്കൊന്നും ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് എല്ലാവരും എന്നോട് പറയാറുണ്ട് കേട്ടോ. വീട്ടിലൊക്കെ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ ആവുന്നുണ്ടല്ലോ. കാരണം ഞാൻ ഇതിന് മുൻപേ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് അത്ര വിലയിടൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കൊള്ളൂല്ലാത്തതുകൊണ്ട് അത്രയും നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്താലാണ് റിസൾട്ട് ഉണ്ടാവാറുള്ളൂ. ഇത് നമുക്ക് ഒറ്റ യൂസ് ചെയ്ത് തന്നെ നല്ലപോലെ സ്ട്രെയിറ്റ് ആയി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അതിനിടയ്ക്കൊന്ന് ലൈറ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ച് കുറച്ചുകൂടി വെട്ടം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ലൈറ്റ് കിട്ടു. പിന്നെ ഞാനത് ഇപ്പുറത്തെ സൈഡിലൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇടയ്ക്ക് കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഡാമേജും കാര്യങ്ങളൊക്കെ ഫുള്ളൊന്ന് മാറി വരുന്നതൊക്കെ ഉള്ളൂ. കളർ ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനൊന്ന് ബാലൻസ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല ഹെയർ ഓയിലോ അതുപോലെ തന്നെ സ്പ്രേസോ അങ്ങനെ ഉണ്ടാവില്ല, സെറം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന താളിപ്പൊടിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ, അതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാച്ചാൽ നമ്മളെ മുടി ഒരു വിധം വരെ നമുക്ക് ഈ പറയുന്ന ഹെയർ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. കാരണം നമുക്ക് കളർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഡാമേജ് വരുന്ന വെച്ചാൽ നമുക്ക് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അതിന് ചെയ്യാനുള്ള ബാലൻസ് ആവേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, ടിപ്പിൽ മാത്രം എപ്പോഴും പിടിക്കാൻ ശ്രമിക്കട്ടെ. കാരണം അവിടെ പിടിക്കുമ്പോൾ നമുക്ക് ഒട്ടും ചൂടോ ഹീറ്റോ നമ്മുടെ കയ്യിലോട്ട് തട്ടില്ല. വേറെ പോർഷനിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് 1-2 യൂസിന് കുഴപ്പമുണ്ടാവില്ല. കുറച്ചും കൂടെ ടൈം കഴിയും തോറും അതിൻ്റെ ഹീറ്റ് കൂടി വരികയാണല്ലോ, അപ്പോൾ ആ ചൂട് വേറെ പോർഷനിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്കിതിൻ്റെ വയർ വരുന്നുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഒട്ടും നമുക്ക് ബാഗിലൊക്കെ വെച്ച് ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ഒട്ടും അതിങ്ങനെ പൊട്ടിപ്പോകും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉടക്കി പോകുന്നൊന്നും നമുക്ക് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. നല്ലപോലെ നമുക്ക് അത് സെറ്റായിട്ടിരിക്കും ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ മുടി ഒരു വേർഷനിൽ സ്ട്രെയിറ്റൻ ചെയ്ത് കണ്ട് അതിൻ്റെ അറ്റം വരെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയി കിടക്കുന്നുണ്ട്. മറ്റേതാണെങ്കിൽ അത്യാവശ്യം കേളിയായിട്ട് കിടക്കുന്നത്. എൻ്റെ ഒരു മുടിയുടെ ഒരു പ്രത്യേകത മുകളിൽ മാത്രമല്ല, ഏറ്റവും താഴെയാണ് നല്ലപോലെ കേളിയായിട്ട് കിടക്കാറ്. മുകളിൽ ഇച്ചിരി വേവി, പിന്നെ കുറച്ച് അങ്ങോട്ട് താഴോട്ട് വരുന്നവരും അതുപോലെ അതിൻ്റെ ഒരു
ചുരുണ്ട മുടിയും അങ്ങനെ എന്താ പറയണ്ട അത് കൂടി കൂടി ലാസ്റ്റാണ് നല്ലപോലെ ചുരുങ്ങി കിടക്കാറുള്ളത്. അപ്പം അതൊക്കെ മാറി. അപ്പം എനിക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതൊക്കെ നമ്മളൊരു സെൽഫ് ഹാപ്പിനെസ്സിൻ്റെ എന്താ പറയുക സെൽഫ് ലവിൻ്റെ ഒക്കെ ഭാഗമല്ലേ. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാം. ഇനിയിപ്പോൾ ചിലവർ ഞാൻ കേട്ടിട്ടുണ്ടോ സ്ട്രെയിറ്റ് മുടിയുള്ളവർക്ക് നല്ല കേളി ആയിട്ടുള്ള ചുരുണ്ട് കിടക്കുന്ന മുടിയൊക്കെയാണ് ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളതും നമ്മുടെ ഈ ഒരു 4-in-1 ഹെയർ സ്ട്രെയിറ്റ്നറിലുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ നെയിം ഇങ്ങനെ വരുന്നു കേട്ടോ, 4-in-1 ഹെയർ സ്ട്രെയിറ്റ്നർ HS1719 ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ ഉൾപ്പെടെ വരുന്നത്. പിന്നെ ഇതിന് 2 വർഷത്തോളം വാറൻറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങണമെന്നുണ്ട് വെച്ചാൽ നമ്മൾ ഓൺലൈനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതിൽ കൊടുത്തേക്കുന്നത് 10 ഡേയ്സിനുള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണം കേട്ടോ. സ്കാനിങ്ങിനുള്ളൊരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പറയുന്ന പോലെ ഹെയർ സ്ട്രൈറ്റ് ആയിട്ടുള്ളവർക്ക് എന്തായാലും കേളിയാക്കാനും ഒക്കെ തോന്നും. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഇതെല്ലാം നമ്മൾ ഈ സ്ട്രൈറ്റ്നറിലുണ്ട്. എനിക്കങ്ങനെ കേളി കിടക്കണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല. പക്ഷെ സ്ട്രൈറ്റ്നർ മാത്രമായിരുന്നു ആഗ്രഹം എന്നുണ്ട് വെച്ചാലും ഇനി ഭാവിയിലെങ്ങാനും തോന്നിയാലോ കുറച്ച് അങ്ങനെ കേളിയായി വേവിയായിട്ട് കിടക്കുന്ന കുറച്ചും കൂടി ഭയങ്കര സെറ്റായി കിടക്കുന്ന രീതിക്ക് ആക്കണം, ക്രിമ്പിങ് ഒക്കെ ചെയ്യണമെന്നൊക്കെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ. ഈ ഒരു സംഭവം വാങ്ങിച്ചത്. ഇത് ഞാൻ BB ബ്ലെൻഡിന് കാണിക്കുന്നുണ്ട്. BB ബ്ലെൻഡിൻ്റെ വില വന്നിട്ട് എനിക്ക് വാങ്ങിക്കുമ്പോൾ എത്രയായിരുന്നു എന്ന് ഓർമ്മയില്ല. പക്ഷെ ഇതിൽ എഴുതിയേക്കുന്നത് 499 ആണ്. എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചുകൂടി കുറവായിരിക്കും. ഫ്ലിപ്പിലൊക്കെ എപ്പോഴും 10% ഒക്കെ ഓഫർ ഉണ്ടാവുമല്ലോ, കുറവ് വരും. അപ്പം ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ 150 ml ആണ് വരുന്നത്. ഇതിന് ഭയങ്കര ഒരു ഫ്ലോറൽ സ്മെല്ലാണ് കേട്ടോ, അങ്ങനെ പറയുക എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലും. എനിക്ക് മാത്രമല്ല, ഞാനിത് പറയുന്ന പോലെ തന്നെ ഇത് റിവ്യൂസൊക്കെ കണ്ടുവരും. പിന്നെ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഈ ഒരു BB ബ്ലെൻഡ് ഹീറ്റ് പ്രൊട്ടക്റ്റിങ്ങിനായിട്ട്. അപ്പോൾ അവരൊക്കെയും പറയാറ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇതിനും സ്ട്രൈറ്റ്നർ എനിക്ക് തോന്നുന്നു വാങ്ങിക്കുന്ന സമയത്ത് 1600 സംതിങ് ആയിരുന്നു. ഇതിപ്പോൾ എങ്ങനെ ഓഫറിൽ കിടക്കുന്ന അറിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു സ്ട്രൈറ്റ്നറിൻ്റെ ബോക്സിൽ കൊടുത്തേക്കുന്നത് 2299 രൂപ കേട്ടോ ബോക്സിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ അത്രയും വരുന്നില്ല. ഞാൻ പറഞ്ഞത് 1600 സംതിങ്ങിനെ വാങ്ങിച്ചെന്ന് എൻ്റെ ഒരു ഓർമ്മ. ചിലപ്പോൾ ഇപ്പോൾ അതിലും ഓഫർ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ ഒരു 100 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും എനിക്ക് ഹെയർ സ്ട്രൈറ്റ്നർ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. താങ്ക് യു.